അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ 1-ാം തീയതിയാണ്. അപ്പോൾ 1-ാം തീയതി മുതൽ നല്ല കുട്ടിയാവാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ എപ്പോഴും അങ്ങനെ വിചാരിക്കുമ്പോൾ ഓരോ കാരണങ്ങൾ കൊണ്ട് അത് കുളമാവാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ നേരത്തെ അടിച്ച് നിസ്കാരമൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. അപ്പോഴേക്കും ഇന്ന് ഷാനുവിന് രാവിലെ മദ്രസയില്ല, ഇന്ന് സ്കൂളും ഇല്ല. അപ്പോൾ ഇന്ന് എണിക്കാനായിട്ട് തന്നെ കുറച്ച് വൈകി. അപ്പോൾ നോക്കാം നമുക്ക് ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ രാവിലെ തന്നെ വീട്ടിലോട്ട് 2-ാം തീയതിയിലത്തെ ബ്രൈഡ് സാരിയും കൊണ്ട് വന്നു. സാരി ഫ്ലീറ്റ് എടുത്ത് അയൺ ചെയ്ത് വെക്കാനായിട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ഞാൻ അളവൊക്കെ എടുത്ത് കറക്റ്റാക്കി. അത് കഴിഞ്ഞ് പിന്നെ ഫുഡൊക്കെ കഴിച്ചു. ഇതിൻ്റെ ഇടയിലൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പിന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ മൊത്തത്തിലൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു. അലക്കൽ, ഉണങ്ങാനിടൽ, മടക്കൽ, അയൺ ചെയ്യൽ, അടിക്കൽ, അങ്ങനെ ഫുഡ് ഉണ്ടാക്കൽ കഴിച്ചു. അങ്ങനെ ആ പണികളൊക്കെ പാത്രം കഴുകലും എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊന്നും വീഡിയോ എടുക്കാനായിട്ട് നിന്നില്ല. അപ്പം ഇനി അടുത്തത് ഞാൻ ഡെയിലി ഏതെങ്കിലും ഒരു ഭാഗം ഒന്ന് ഡീപ്പായിട്ട് നീറ്റാക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് നീറ്റാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ മൊത്തം അങ്ങനെ കുളമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് ഒതുക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇവിടെയും കൂടെ ഒന്ന് ഒതുക്കി വെച്ചു. ഇനി ഞാൻ റെഡിയായിട്ട് ജിമ്മിന് പോട്ടെ കേട്ടോ. അപ്പോൾ ജിമ്മിന് പോകുമ്പോൾ ഞാൻ വൈകി സമയമായി എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അവിടെ പോയി നോക്കുമ്പോൾ അവിടെ ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ മെയിൻ കോച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ശരിക്കും ഒരുപാട് ഇളകി ഈ ഒരു ദിവസം. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ചേച്ചിയുടെ അവിടേക്ക് പോയതായിരുന്നു. ചേച്ചിയുടെ മോള് വലിയ കുട്ടി ആയതുകൊണ്ട് അങ്ങോട്ട് പോയതാണ്. അവിടെ പോയി നോക്കുമ്പോൾ സർപ്രൈസായിട്ട് അവിടെ ബിരിയാണി ഓൾറെഡി ഞാൻ പോണതൊന്നും അറിയില്ല അവർക്ക്. അത് കഴിഞ്ഞ് എനിക്ക് വില്ലേജിലേക്കൊന്ന് പോകണമായിരുന്നു. അത് പോയി. പിന്നെ അത് കഴിഞ്ഞ് പാർലറിലോട്ട് വന്ന് കുറച്ച് കണക്കൊക്കെ നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ കണക്കൊക്കെ കുറച്ച് നോക്കി. പിന്നെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് സാരി, 2ാമത്തെ ബ്രൈഡിൻ്റെ സാരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അയൺ ചെയ്ത് അതൊക്കെ ബോക്സ് ഫ്ലീറ്റ് ചെയ്ത് മടക്കിയൊക്കെ ഇത് വീട്ടിലോട്ട് കൊണ്ടുപോകണം. അവർ വീട്ടിലോട്ടാണ് വരുന്നത് ഇത് റെഡിയാവാനായിട്ട്. അപ്പോൾ അത് ബോക്സ് പ്ലീറ്റൊക്കെ ചെയ്ത് മടക്കി കവറിലൊക്കെ ഇട്ട് അതും എടുത്ത് പിന്നെ അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് കിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ വണ്ടിയുടെ ഒരു അവസ്ഥ നോക്കിക്കോ. എൻ്റെ വണ്ടിയിൽ എന്തൊക്കെ ഞാൻ കയറ്റാൻ പറ്റുമോ അത്രയും സാധനങ്ങൾ ഞാൻ കയറ്റും. അപ്പോൾ ശരിക്കും എൻ്റെ വണ്ടി ഒരു ലോറിയോ ടെമ്പോ ആയിട്ട് ജനിക്കേണ്ടതായിരുന്നു. മാക്സിമം സാധനങ്ങൾ ഞാൻ കയറ്റാറുണ്ട് എൻ്റെ വണ്ടിയിൽ. പാവം എൻ്റെ വണ്ടി. അങ്ങനെ പിന്നെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഇതിപ്പോൾ ഒരു 3:30-4 മണിയാകുമ്പോഴുള്ള വീഡിയോ ആണിത്. അപ്പോൾ ബ്രൈഡിനെ നമ്മൾ ഒരുക്കാൻ വേണ്ടിയിട്ട് റെഡിയാവുകയാണ്. അപ്പം അങ്ങനെ ഒരാൾ റെഡിയായി കഴിഞ്ഞു. 2ാമത്തെ ആളിനെ ഞാൻ റെഡിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ 2ാമത്തെ ആൾ. അപ്പോൾ 2ാമത്തെ ആളും റെഡിയായി. അപ്പോൾ അവർ എല്ലാം കഴിഞ്ഞ് കുറച്ച് ടൈമും ആയി കേട്ടോ. അപ്പോൾ പിന്നെ 2 ബ്രൈഡും വരാനും കുറച്ച് ടൈം വൈകി. അപ്പോൾ പിന്നെ എനിക്ക് അതിനനുസരിച്ചിട്ട് ഞാനും കുറച്ച് വൈകി. പക്ഷെ ഞങ്ങൾ 3:30 തന്നെ എല്ലാം റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ 4:15 ഫസ്റ്റ് ബ്രൈഡ് വന്നത്. 3:45 വരാൻ പറഞ്ഞിട്ട്. ഹലോ. അപ്പോൾ ഒരു ദിവസത്തെ എടുക്കാമെന്ന് വിചാരിച്ച് മൊത്തത്തിൽ നോക്കുമ്പോൾ 2 ദിവസത്തെ വീഡിയോ ആയി. പക്ഷെ കുറച്ചേ ഉള്ളൂ. വീഡിയോ ശരിക്കും അങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല. എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ തിരക്കുമായിരുന്നു. അപ്പോൾ
അപ്പോൾ ഇടയിലിടയിൽ കുഞ്ഞു 2-3 സെക്കൻഡുകൾക്കൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തതൊക്കെ എഡിറ്റ് ചെയ്ത് ആഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു കുറച്ച് ടൈമെങ്കിലും ആയിരിക്കണത്. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ്. പിന്നെ ഇന്ന് മോർണിംഗ് 3:30 ആകുമ്പോഴാണ് എണീച്ചത്. അത് കഴിഞ്ഞ് ബ്രൈഡ്സിനെയൊക്കെ ഒരുക്കി കഴിഞ്ഞ് പിന്നെ അവരുടെ ബ്രൈഡ്സ് മെയ്ഡ്സിനും ഉണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് ഹെയർ സെറ്റ് ചെയ്യലും പിന്നെ ഒരാൾക്ക് സാരി ഡ്രൈപ്പിങ്ങും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അവരൊക്കെ പോയതിന് ശേഷം പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് രണ്ടാമത്തെ ബ്രൈഡിൻ്റെ മണ്ഡപത്തിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് പിന്നെ പാർലറിലോട്ട് പോയി രതിനെയൊക്കെ അവിടെ ആക്കിയിട്ട് പിന്നെ എനിക്കിവിടെ വീട്ടിൻ്റെ അടുത്തുള്ള ആ ഒരു ഫസ്റ്റത്തെ കുട്ടിയുടെ കല്യാണത്തിന് പോകണമായിരുന്നു. അപ്പം അങ്ങോട്ടൊക്കെ പോയിട്ട് വന്ന് പിന്നെ വന്നിട്ട് സുഖമായി കിടന്നുറങ്ങി. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ മൊത്തത്തിൽ വീഡിയോ കറക്റ്റായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അടിപൊളിയാക്കാം.